Hello students. L'Hospital's rule 2 കുറച്ച് പേര് എക്സ്പ്ലനേഷൻസ് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. L'Hospital's rule 1ന്റെ തന്നെ ഒരു ജനറലൈസേഷൻ ആണ് റൂൾ 2. സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ സെയിം സെന്റൻസ് minus infinity less than or equal to a less than b less than or equal to infinity and f and g are differentiable on open interval ab such that g dash x not equal to 0 for all x element of ab, and the reference is here. Suppose that limit extends to a plus gx equal to plus or minus infinity. Rule 1 ൽ fx-ന്റെയും gx-ന്റെയും റൈറ്റ് ലിമിറ്റ് a ൽ 0 ആയിരുന്നു. ഇവിടെ fx by gx എന്നുമ്പോൾ ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റ് ആയിട്ടാണ് വരിക. സോ ദാറ്റ് ഇസ് ഓൾസോ ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. Then if we have limit extends to a plus f dash x by g dash x equal to L, a real number, then limit extends to a plus fx by gx equal to L. Denominator limit a ൽ റൈറ്റ് ലിമിറ്റ് ഇൻഫിനിറ്റോ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോഴും നമുക്ക് പഴയ റൂൾ തന്നെ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സിന്റെ ലിമിറ്റ് റിയൽ നമ്പർ ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് തന്നെ എഫ് എക്സ് ബൈ ജി എക്സിന്റെ ലിമിറ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ഈക്വൽ ടു plus infinity or minus infinity, then the same limit is for limit extends to a plus fx by gx. And we go to the proof of the subdivision a. അതും സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ പ്രൂഫിലെ പോലെ തന്നെയാണ്. We take alpha and beta real numbers between a and b, alpha less than beta, a less than alpha less than beta less than b. Then by Rolle's theorem ഇവിടെ ജി ഡാഷ് എക്സ് നോൺ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. റോൾസ് തീരം നമ്മൾ തിരിച്ച് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ജി ബീറ്റ ജി ആൽഫ നോട്ട് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരുന്നുവെങ്കിൽ ജി ഡാഷ് എക്സ് സീറോ ആകുന്ന ഒരു പോയിന്റ് കണ്ടേനെ. അതാണ് നമ്മളുടെ ആർഗ്യുമെന്റ്. കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞതാണ്. ഇവിടെയും ജി ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിയിൽ രണ്ട് പോയിന്റ് ആണ് ആൽഫയും ബീറ്റയും. സോ ജി ബീറ്റ നോട്ട് ഈക്വൽ ടു ജി ആൽഫ എന്നുള്ള കൺക്ലൂഷൻ റോൾസ് തീരത്തിൽ നിന്ന് ഇവിടെയും നമുക്ക് എടുക്കാം. Then given that limit extends to subdivision a ൽ തന്നിരിക്കുന്ന ഇതാണ് limit extends to a plus fx by തന്നിരിക്കുന്ന ഇതാണ് f dash x by g dash x ന്റെ ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് a ൽ എല്ലാം ആണ് തന്നിട്ടുണ്ട്. And we use the Cauchy's mean value theorem. ആദ്യം അത് ലിമിറ്റ് ആണെന്നുള്ളത് ഉപയോഗിക്കുന്നു. ലിമിറ്റ് ആണെങ്കിൽ f dash u by g dash u ന്റെ വാല്യൂ l മൈനസ് എപ്സിലോണും l പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കായിരിക്കും. എ പ്ലസ് എക്സ്റ്റെൻസ് ടു എ പ്ലസ്. അപ്പോൾ എയിലെ റൈറ്റ് ലിമിറ്റ്, അപ്പോൾ എയുടെ റൈറ്റിൽ ഒരു പോയിന്റ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ നിന്ന് ഒരു സി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ യു റൈറ്റ് ലിമിറ്റ് പറഞ്ഞുകൊണ്ടാണ് ഫോർ ഓൾ യു എലമെന്റ് ഓഫ് എ സി എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ തീറത്തിലെ പോലെ തന്നെയാണ്. ദെൻ ബൈ കോഷി മീൻ വാല്യൂ തീറം ഇതും അതുപോലെ തന്നെയാണ്. ക്ലോസ്ഡ് ഇന്റർവൽ ആൽഫ ബീറ്റയിൽ മീൻ വാല്യൂ തീറത്തിന്റെ കണ്ടീഷൻസ് കഴിഞ്ഞ തീറത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ്. സോ എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യുവിന് പകരം എഫ് ബീറ്റ ക്ലോസ്ഡ് ഇന്റർവൽ ആൽഫ ബീറ്റ മീൻ വാല്യൂ എഫ് ബീറ്റ മൈനസ് എഫ് ആൽഫ ഡിവൈഡഡ് ബൈ ജി ബീറ്റ മൈനസ് ജി ആൽഫ ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഫോർ എ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സി. സിയിലെ പോയിന്റ്സ് ആണ് ആൽഫയും ബീറ്റയും. ദെൻ given that gx tends to limit extends to a plus gx equal to infinity എന്ന് തന്നിട്ടുണ്ട്. as extends to a plus gx tends to infinity എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എയിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ജി എക്സ് ഇൻഫിനിറ്റ് ആവുകയാണ്. അതുകൊണ്ട് എയിലെ റൈറ്റിലെ പോയിന്റ് ആണ് സി. സിയിലെ വാല്യൂ റൈറ്റിലേക്ക് പോകുമ്പോൾ ഇത് ഇൻഫിനിറ്റ് ആകാൻ പോകുന്നതാണ്. ഇൻഫിനിറ്റ് വാല്യൂ ആണ്. സിയിൽ നെഗറ്റീവ് ഒന്നും ആകത്തില്ല. സിയിൽ പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് ആ കാരണം കൊണ്ട് അസ്യൂം. എക്ക് റൈറ്റിലെ പോയിന്റ് ആണ് സി. എയിലെ റൈറ്റ് ലിമിറ്റ് ഇൻഫിനിറ്റ് ആണ്. സോ ജി സി ഗ്രേറ്റർ ദാൻ ഇതൊരു എപ്സിലോൺ നെയ്ബർഹുഡിലെ പോയിന്റ് പോലെ പറഞ്ഞിരിക്കുന്നതാണ് സി. ഡെൽറ്റ നെയ്ബർഹുഡിലെ പോയിന്റ് പോലെ പറഞ്ഞിരിക്കുന്നതാണ്. ഈ ലിമിറ്റിന്റെ എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യുവിന്റെ റൈറ്റ് ലിമിറ്റിന് വേണ്ടി പറഞ്ഞതാണ് നമ്മൾ ഓപ്പൺ ഇന്റർവൽ എ സി. അപ്പോൾ ഒരുപാട് ദൂരെയൊന്നും അല്ല എയിൽ നിന്ന്. അപ്പൊ എയുടെ റൈറ്റ് ലിമിറ്റ് ജി എക്സിന് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് സിയിലെ വാല്യൂ പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ജി സി ഗ്രേറ്റർ ദാൻ സീറോ, നെഗറ്റീവ് ആവത്തില്ല. നൗ വി ടേക്ക് ബീറ്റ ഈക്വൽ ടു സി ഇൻ ദ എബോ ഇനിക്വാളിറ്റി. ഈ ഇനിക്വാളിറ്റിയിൽ ബീറ്റയ്ക്ക് പകരം ആൽഫ ബീറ്റ എ സിയിലെ ഏത് പോയിന്റ് വേണമെങ്കിലും ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബീറ്റയ്ക്ക് പകരമായിട്ട് നമ്മൾ സി ഇട്ട് കൊടുക്കും. എഫ് സി മൈനസ് എഫ് ആൽഫ ജി സി മൈനസ് ജി ആൽഫ, ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ ബീറ്റ ആ ഇന്റർവെല്ലിൽ ഏത് പോയിന്റ് വേണമെങ്കിലും ആകാം. അപ്പോൾ നമുക്ക് സിയും ആകാം. ബീറ്റ ഈക്വൽ ടു സി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ
ആൽഫ ടെൻസ് ടു എ പ്ലസ് ജി സി ബൈ ജി ആൽഫ, ജി ആൽഫയുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ആൽഫ ടെൻസ് ടു എ പ്ലസ് എക്സ് മാറി ആൽഫ എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കുന്നുള്ളൂ. ലിമിറ്റ് എക്സ് ആൽഫ ടെൻസ് ടു എ പ്ലസ് ജി ആൽഫ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ കാണുന്ന ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു ആൽഫ ടെൻസ് ടു എ പ്ലസ്. അപ്പോൾ ജി സി ബൈ ജി ആൽഫ, ജി സി ഗ്രേറ്റർ ദാൻ 0, ഇൻഫിനിറ്റി ഒന്നും അല്ല, അതൊരു ഫൈനൈറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അത് 0യിലേക്ക് പോകും എന്ന് നമുക്കറിയാം. ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി 0യിലേക്ക് പോകും. അപ്പോൾ ഇത് 0യിലേക്ക് പോകും. അതിന്റെ റീസൺ എഴുതിയേക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി സി ബൈ ജി എക്സ് ഈക്വൽ ടു ജി സി ബൈ ഇൻഫിനിറ്റി, ജി സി ഫൈനൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ലിമിറ്റ് 0യിലേക്ക് പോകും. ജി സി ബൈ ജി എക്സ് ടെൻസ് ടു 0. എക്സിന് ഒരു ആൽഫ എന്നുള്ള വേരിയബിൾ ഉപയോഗിച്ച് ആൽഫ ടെൻസ് ടു എ പ്ലസ്, എക്സ് ടെൻസ് ടു എ പ്ലസിന് ഒരു ആൽഫ ടെൻസ് ടു എ പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ജി സി ബൈ ജി ആൽഫ 0യിലേക്ക് പോകുന്നു പറഞ്ഞാൽ വളരെ ചെറുതാണ്. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ക്വാണ്ടിറ്റിയാണ്. 0 ലെസ് ദാൻ ജി സി ബൈ ജി ആൽഫ ലെസ് ദാൻ 1 ഫോർ ആൽഫ എലമെന്റ് ഓഫ് ഓപ്പൺ ഇൻട്രോൾ എ സി. ഓപ്പൺ ഇൻട്രോൾ എ സിയിൽ നിന്നാണ് നമ്മൾ ആൽഫയും ബീറ്റയും ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ 1 മൈനസ് ഓഫ് ദ ക്വാണ്ടിറ്റി ജി സി ബൈ ജി ആൽഫ, അതും 0യ്ക്കും 1നും ഇടയ്ക്കാണ്. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പറിന്റെ 1ൽ നിന്നുള്ള സബ്ട്രാക്ഷൻ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള നമ്പർ തന്നെ തരും എന്ന് നമുക്കറിയാം. അപ്പോൾ 1 മൈനസ് ജി സി ബൈ ജി ആൽഫയും 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഈ ഇക്വാളിറ്റി ഉണ്ടല്ലോ, എൽ മൈനസ് എഫ്സിലോണിനും എൽ പ്ലസ് എഫ്സിലോണിനും ഇടയ്ക്ക് ബീറ്റയ്ക്ക് സി എന്ന് കൊടുത്തുള്ള എഫ് സി മൈനസ് എഫ് ആൽഫ ഡിവൈഡ് ബൈ ജി സി മൈനസ് ജി ആൽഫ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഇക്വാളിറ്റി. ആ ഇക്വാളിറ്റിയിലെ എല്ലാ ടേംസിനെയും നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ജി സി ബൈ ജി ആൽഫയും 0യ്ക്കും 1നും ഇടയ്ക്കാണ്, 1 മൈനസ് ജി സി ബൈ ജി ആൽഫയും 0യ്ക്കും 1നും ഇടയ്ക്കാണ്. നമ്മളൊരു പ്രത്യേക ആവശ്യത്തിലേക്ക് ഇതിനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിലെല്ലാ ടേംസിനെയും 1 മൈനസ് ജി സി ബൈ ജി ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എൽ മൈനസ് എഫ്സിലോൺ ഇൻറ്റു 1 മൈനസ് ജി സി ബൈ ജി ആൽഫ ലെസ് ദാൻ എഫ് സി മൈനസ് എഫ് ആൽഫ ഡിവൈഡ് ബൈ ജി സി മൈനസ് ജി ആൽഫ ഇൻറ്റു 1 മൈനസ് ജി സി ബൈ ജി ആൽഫ ലെസ് ദാൻ എൽ പ്ലസ് എഫ്സിലോൺ ഇൻറ്റു 1 മൈനസ് ജി സി ബൈ ജി ആൽഫ എൽ പ്ലസ് എഫ്സിലോൺ വിത്തിൻ ബ്രാക്കറ്റ്സ് ഫോർ ആൽഫ എലമെന്റ് ഓഫ് ഓപ്പൺ ഇൻട്രോൾ എ സി. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ നടുക്ക് കിടക്കുന്ന ടേം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിലും ഇവിടെ ഒരു അറേഞ്ച്മെന്റ് നടത്താം. 1 മൈനസ് ജി സി ബൈ ജി ആൽഫയെ ജി ആൽഫ മൈനസ് ജി സി ഡിവൈഡഡ് ബൈ ജി ആൽഫ എന്ന് എഴുതാം. ഇവിടെ ഒരു ജി സി മൈനസ് ജി ആൽഫ ഉണ്ട്, അത് തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് ഒരു മൈനസ് സൈൻ അവശേഷി. അതുകൊണ്ട് ആ മൈനസ് സൈൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ എഫ് ആൽഫ മൈനസ് എഫ് സി എന്ന് എഴുതാം. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്ററും ഇതിന്റെ ന്യൂമറേറ്ററും കട്ട് ചെയ്തു, അടിയിൽ ഒരു ജി ആൽഫ ഉള്ളു. ഇൻ എഫക്ട് ദ മിഡിൽ ടേം ഈസ് എഫ് ആൽഫ മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ ജി സി മൈനസ് ജി ആൽഫ, എഫ് ആൽഫ മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ ജി ആൽഫ. അപ്പോൾ രണ്ടാമത് കാണുന്ന 1 മൈനസ് ഓഫ് ജി സി ബൈ ജി ആൽഫയെ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ജി ആൽഫ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ജി ആൽഫ മൈനസ് ജി സി വരും. അതിന്റെ ഓപ്പോസിറ്റ് സൈനിൽ ആദ്യത്തെ ടേമിന്റെ ഡിനോമിനേറ്ററിലുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ വരും. മൈനസ് സൈൻ വരുന്നതുകൊണ്ട് ഇതിന്റെ ന്യൂമറേറ്ററിന്റെ സൈൻ തിരിഞ്ഞു പോയി, ബാക്കി കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഉള്ളത് എഫ് ആൽഫ മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ ജി ആൽഫ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ നിൽക്കും. എൽ മൈനസ് എഫ്സിലോൺ ഇൻറ്റു 1 മൈനസ് ജി സി ബൈ ജി ആൽഫ എൽ പ്ലസ് എഫ്സിലോൺ ഇൻറ്റു 1 മൈനസ് ജി സി ബൈ ജി ആൽഫ. അവിടെ നമ്മൾ സിംപ്ലിഫിക്കേഷൻസ് ചെയ്യുന്നില്ല. ഇവിടെ എഫ് ആൽഫ മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ ജി ആൽഫ എന്ന സിംപ്ലിഫിക്കേഷൻ വരും. അതാണ് അടുത്ത സ്റ്റേജിൽ നമ്മൾ കാണും. ഈ ലൈൻ അതാണ്. ദെൻ മിഡിൽ ടേം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. എഫ് ആൽഫ ബൈ ജി ആൽഫ എഫ് സി ബൈ ജി ആൽഫ എന്ന് എഴുതുന്നു. ജി ആൽഫ ഡിനോമിനേറ്ററിലേക്ക് പോയാൽ ആൽഫ ടെൻസ് ടു എ പ്ലസിൽ ജി ആൽഫ ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഡിനോമിനേറ്ററിൽ ഇത് വരുമ്പോൾ ആ ടേം 0യിലേക്ക് പോകും. ഇവിടെ പലയിടത്തുണ്ട് ജി സി ബൈ ജി ആൽഫ എഫ് സി ബൈ എഫ് ആൽഫ അതൊക്കെ ഉണ്ട്. അതെല്ലാം 0യിലേക്ക് പോകും. അപ്പോൾ നമ്മൾ 0 ആണ് എന്നല്ല ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. 0യിലേക്ക് പോകുന്നുവെങ്കിൽ വളരെ ചെറിയൊരു നമ്പറാണ്. അപ്പോൾ 0യിലേക്ക് പോകുന്ന ആ നമ്പറിന് പകരം നമ്മൾ ഡെൽറ്റ എന്നുള്ള ക്വാണ്ടിറ്റി റീപ്ലേസ് ചെയ്യുന്നു. സോ എൽ മൈനസ് എഫ്സിലോൺ ഇൻറ്റു ലോജിക്ക് ഇതാണ്, ജി സി ബൈ ജി ആൽഫ എഫ് സി ബൈ ജി ആൽഫ അതിൻ്റെയൊക്കെ ഡിനോമിനേറ്റർ ജി ആൽഫ ആണ്. ജി ആൽഫ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ റേഷ്യോ 0യിലേക്ക് പോകുന്നു. വളരെ ചെറുതാണ്. ചെറുതായതുകൊണ്ട് നമ്മൾ അതിനെ ഡെൽറ്റ എന്ന് വിളിക്കുന്നു. അത്രയും കരുതിയാൽ മതി. എൽ മൈനസ് എഫ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എഫ് ആൽഫ ബൈ ജി ആൽഫ മൈനസ് എഫ് സി ബൈ ജി ആൽഫ. എഫ് ആൽഫ അത് വേരിയിങ് ആണ്, അതുകൊണ്ടാണ് അവിടെ കൊടുക്കാത്തത്. എഫ് സി ഫൈനൈറ്റ് ആണ്. എഫ് സി ബൈ ജി ആൽഫയിൽ 0യിലേക്ക് പോകുന്നു എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. അല്ല എല്ലാം പോയാൽ നമുക്ക് വേരിയബിൾ ഇല്ലാതെ വരുമല്ലോ. നമ്മൾ ലിമിറ്റ് എഫ് എക്സ് ബൈ ജി എക്സ് പ്ലസ് എക്സ് ടെൻസ് ടു എ പ്ലസ് പറയാനല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് റിമെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഇത് ഡെൽറ്റ എന്നുള്ള
എക്സ്പ്രഷനിലേക്ക് പോകുന്നു. L plus epsilon into 1 minus GC by G alpha tends to 0, 1 minus delta എന്ന് എഴുതും. ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ അധികം ഓർക്കേണ്ട കാര്യമില്ല. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ നമുക്ക് ഈ ഫോമിൽ എഴുതാം ഒരു സെലക്ഷൻ നടത്തിയാൽ. നമ്മൾ പറഞ്ഞത് സീറോയിലേക്ക് പോകുന്ന ഈ ക്വാണ്ടിറ്റിയെ ഡെൽറ്റ എന്ന് വിളിക്കുന്നു. ആ ഡെൽറ്റ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം ഓഫ് 1 എപ്സിലോൺ ബൈ മോഡൽ പ്ലസ് 1 ഇങ്ങനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എഴുതിയ ഇനീക്വാളിറ്റിയെ ഇതേപോലെ എഴുതാം. L minus 2 എപ്സിലോൺ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അങ്ങനെ സെലക്ഷനിൽ നടത്തുവാണെങ്കിൽ L minus 2 എപ്സിലോൺ ലെസ് ദാൻ എഫ് ആൽഫ ബൈ ജി ആൽഫ ലെസ് ദാൻ L plus 2 എപ്സിലോൺ എന്ന് എഴുതാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോകണ്ട, ഈ കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ ജി സി ബൈ ജി ആൽഫ എഫ് സി ബൈ എഫ് ആൽഫ അത് സീറോയിലേക്ക് പോകുന്ന ക്വാണ്ടിറ്റിയാണ്, ചെറുതാണ് എന്നുള്ള അർത്ഥത്തിൽ അതിനെ ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പക്ഷേ എഫ് ആൽഫ ബൈ ജി ആൽഫ ജി സിയോ എഫ് സിയോ ന്യൂമറേറ്റർ വരുമ്പോൾ അത് ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. എഫ് ആൽഫ വേരിയിങ് ആകുന്നതനുസരിച്ച് വേരിയിങ് ആണ്, അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റുന്നില്ല. മറ്റുള്ളതെല്ലാം ഡെൽറ്റയിലേക്ക് കൊടുക്കുന്നു. ഡെൽറ്റ ഒരു ചെറിയ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്ത നൊട്ടേഷൻ ആണ്. ഇഫ് വി സെലക്ട് ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് 1 എപ്സിലോൺ ബൈ മോഡൽ പ്ലസ് 1 അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. അത് നിങ്ങൾ ചെറുതായിട്ട് ഓർത്തിരുന്നാൽ മതി, അതിന്റെ സിംപ്ലിഫിക്കേഷൻസിലേക്ക് പോകണ്ട. L minus 2 എപ്സിലോൺ ലെസ് ദാൻ എഫ് ആൽഫ ബൈ ജി ആൽഫ ലെസ് ദാൻ L plus 2 എപ്സിലോൺ ഫോർ ആൽഫ എലമെന്റ് ഓഫ് എ സി ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. ദെൻ സിൻസ് എപ്സിലോൺ ഈസ് ആർബിട്രറി എന്തായി പറയുന്നത്, എഫ് ആൽഫ ബൈ ജി ആൽഫ എല്ലിനടുത്ത് കിടക്കുന്നു. എപ്സിലോൺ ഈസ് വെരി സ്മോൾ, സോ എല്ലിൽ നിന്ന് 2 എപ്സിലോൺ കുറയ്ക്കുകയും എല്ലിൽ നിന്ന് 2 എപ്സിലോൺ കൂട്ടുകയും, അത് എപ്സിലോൺ ആണെങ്കിലും 2 എപ്സിലോൺ ആണെങ്കിലും കുറയും. L minus എപ്സിലോൺ ലെസ് ദാൻ എഫ് ആൽഫ ബൈ ജി ആൽഫ ലെസ് ദാൻ L plus എപ്സിലോൺ എന്ന് എഴുതുന്നത് പോലെ തന്നെ ഉള്ളൂ. സോ എഫ് ആൽഫ ബൈ ജി ആൽഫ ഈസ് വെരി നിയർ ടു L. ലിമിറ്റ് എടുക്കുന്ന കേസിൽ അത് എല്ലിലേക്ക് വരും. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട്, എപ്സിലോൺ ചെറുതായതുകൊണ്ട് എപ്സിലോൺ സീറോയിലേക്ക് പോകും. നമ്മളുടെ നടുക്കുള്ള ക്വാണ്ടിറ്റി എല്ലിന് വളരെ അടുത്താണ്, എല്ലിലേക്ക് പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ലിമിറ്റ് വേർഷനെ നമ്മൾ ഇനീക്വാളിറ്റി ആക്കുന്നതാണ് ഈ കാണുന്നത്. L minus എപ്സിലോണെന്നോ L minus 2 എപ്സിലോണെന്നോ L minus 3 എപ്സിലോണെന്നോ എന്തെഴുതിയാലും അത് ഈ ക്വാണ്ടിറ്റി എല്ലിനോട് അടുത്ത് കിടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുക. സോ എപ്സിലോൺ ഈസ് ആർബിട്രറിലി സ്മോൾ. എപ്സിലോൺ സീറോയിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എല്ലിനടുത്താണെന്നാണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ്, ഇവിടെ എഴുതേണ്ടത് ലിമിറ്റ് ആൽഫ ടെൻസ് ടു എ പ്ലസ് എഫ് ആൽഫ ബൈ ജി ആൽഫ ഈക്വൽ ടു എൽ എന്നാണ്. ആൽഫ എന്നുള്ള വേരിയബിളിനെ എക്സിലേക്ക് മാറി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് എഴുതുകയും ചെയ്യാം. ദാറ്റ് ഈസ് എ സെക്കൻഡ് വേർഷൻ ഓഫ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. 0/0 ഫോം ആണ് ആദ്യം നമ്മൾ പരിഗണിച്ച സിറ്റുവേഷൻ എൽ ഹോസ്പിറ്റൽസ് റൂൾ 1-ൽ. എൽ ഹോസ്പിറ്റൽസ് റൂൾ 2-ൽ ഡിനോമിനേറ്റർ പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആകുന്ന കേസ്, ന്യൂമറേറ്റർ ഫൈനൈറ്റ് ആണെങ്കിൽ അതിലർത്ഥമില്ല, ന്യൂമറേറ്റർ ഫൈനൈറ്റ് അല്ല, ആ ക്വാണ്ടിറ്റി തീരുമാനിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പം ഇതാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ 2-ന്റെ പാർട്ട് എ. പാർട്ട് ബിയും ഈ ഒരു ലോജിക്കിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് മറ്റൊരു കുഞ്ഞു വീഡിയോയിൽ കാണാം. കുറച്ച് പ്രോബ്ലംസും കൂടെ തരാം. ഓക്കെ, താങ്ക് യു.